ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുനാഥൻ സുവിശേഷത്തിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് വ്യാഖ്യാനം നൽകുകയാണ്. എന്താണ് വിത്ത് കൊണ്ട് അവിടെ നിർദ്ദേശിക്കുന്നത്? അത് വചനമാണ്, ദൈവരാജ്യത്തിൻ്റെ വചനമാണ്, ക്രിസ്തുവിൻ്റെ വചനമാണ്. അത് ക്രിസ്തീയ ജീവിത രീതിയാണ്. ഈ ജീവിത രീതിയോട് മനുഷ്യർ കാണിക്കുന്ന പ്രത്യുത്തരങ്ങളാണ് ഈ ഓരോ വയലുകളും നല്ല നിലവും ഈ മുൾപ്പടർപ്പും വഴിയോരവും ഒക്കെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വചനത്തോട് ആഭിമുഖ്യം കാണിക്കുന്നത്? അതിനോട് എങ്ങനെയാണ് പ്രത്യുദ്ധരിക്കുന്നത്? ഈ ക്രിസ്തുവിൻ്റെ കാലത്തും അതിനുശേഷം ആദിമ ക്രൈസ്തവരുടെയിലും ഈ 4 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും യേശുനാഥനെ കേൾക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പം അവരിൽ വചനം നിലനിൽക്കുന്നില്ല, വചനം അപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ചിലർ ക്രിസ്തുവിനെ സ്നേഹിച്ചു, സ്വീകരിച്ചു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണ്. ഇത് അവരുടെ ഉള്ളിലുള്ള ചില പോരാട്ടങ്ങളാണ്. അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളിൽ അവർ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു. മറ്റു ചിലർ ലോകത്തിൻ്റെതായ പോരാട്ടമാണ്. അവർക്ക് ക്രിസ്തുവിനെ ലഭിച്ചു, എന്നാൽ ലോകം നൽകിയ പീഡനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയാണ്. രണ്ടും ആകാം, പീഡനങ്ങളാകാം, സന്തോഷമാകാം. ചിലർ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ അവിടെയാണ് വേറെ കുറേ മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അവരിൽ നിന്ന് ക്രിസ്തുവിനെ ആർക്കും വേർപെടുത്താൻ കഴിയാത്ത വിധം അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അവർ 100, 60, 30 ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നത്. പുറമെ നിന്നും ഒത്തിരിയധികം പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒത്തിരിയധികം ഓഫറുകൾ വരുന്നുണ്ട് ഇവർക്ക്. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കാം. ഇത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ആദിമ ക്രൈസ്തവരുടെയിൽ ക്രിസ്തീയ ജീവിതം ഉപേക്ഷിക്കുന്നവർക്ക് രാജാക്കന്മാർ വലിയ വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അവരതൊക്കെ ഉപേക്ഷിക്കുകയാണ്, അവർക്ക് ക്രിസ്തുവിനെ മതി. അപ്പം അങ്ങനെ ഉള്ളിൽ നിന്നുള്ള പോരാട്ടം, പൈശാചിക പോരാട്ടം, പുറമെ നിന്നുള്ള പോരാട്ടം, ഇതിനെല്ലാം അതിജീവിച്ചവരാണ് ക്രിസ്തുവിൻ്റെ കാലത്തും ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നത്. അവനുശേഷം ക്രൈസ്തവ സഭയെ നയിച്ചത്. അപ്പോൾ ഈ മനസ്സുള്ള മനുഷ്യരാകാനാണ് യേശുനാഥൻ വിളിക്കുന്നത്. ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ വചനവും വിതയ്ക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഉള്ളിൽ നിന്ന് പോരാട്ടം ഉണ്ടായാലും പുറമേ നിന്ന് പോരാട്ടം ഉണ്ടായാലും അതിനെയൊക്കെ ചെറുത്തു നിന്ന് ക്രിസ്തുവിൻ്റെ വചനത്തോട് പ്രത്യുദ്ധരിക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.